CH ഓഫീസ് രാജേന്ദ്രൻ പന്തളം കോൺഗ്രസിനെയും UDF-നെയും വെള്ളപൂശാനായി വലത് കേന്ദ്രങ്ങളെ വെള്ളപൂശാനായി അദ്ദേഹം സമർപ്പിക്കുന്നത് KM ഷാജിയുടേത് വർഗീയതയല്ല മറ്റെന്തോ ആണെന്നാണ്. എന്നാൽ വർഗീയതയാണ് എങ്കിൽ അതെല്ലാവർക്കും ഉണ്ടത്രേ. ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറയേണ്ട ഒന്നാണോ? അല്ല, അതിന് അദ്ദേഹം പറഞ്ഞ ന്യായമാണ് ഏറ്റവും രസകരം. മൗദൂദിയുടെ ലോക ഏകമത രാഷ്ട്രീയം ഇവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു കേരളത്തിലെന്ന്. ആരാ പ്രചരിപ്പിക്കുന്നത്? ഇവിടെ ഏകമത രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന മൗദൂദികൾ എവിടെയാണ് നിൽക്കുന്നത്? അവർ UDF-ന്റെ വോട്ട് ബാങ്കാണ്. വെൽഫെയർ പാർട്ടി എന്ന ഓമന പേരുമിട്ട് UDF-ന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുക. UDF-ന്റെ പൊതുയോഗങ്ങളിലും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും UDF നേതാക്കളുടെ ഇടതും വലതും ഇരിക്കുന്ന നേതാക്കന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് KM ഷാജിയെ പോലെ ഒരാളെ ന്യായീകരിക്കുന്നതിന് അദ്ദേഹത്തിന് രണ്ടു വട്ടം ഒന്ന് ചിന്തിക്കേണ്ടി വന്നില്ല എന്നുള്ളത് വേദനാജനകമാണ്. ഒരു കാര്യം ഞാൻ പറയാം, KM ഷാജിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ പേര് ഇനി മാറ്റിയില്ലെന്നേ ഉള്ളൂ. അദ്ദേഹം ഈ കൃത്യമായി അദ്ദേഹം കേരളത്തിലെ ഒരു ഉസാമ ബിൻ ലാദനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംശയമില്ല. അദ്ദേഹം എന്നും കേരള രാഷ്ട്രീയത്തെ ദർശിച്ചിട്ടുള്ളത് മുസ്ലിം വർഗീയതയ്ക്ക് വേരോട്ടാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം ഇപ്പം എയ്ഡഡ് സ്കൂളിലെ കാര്യം പറഞ്ഞ് കുറേ മനുഷ്യരെ പൊട്ടന്മാരാക്കുകയാണ്. അദ്ദേഹം അവിടെ പ്രീണിപ്പിച്ചത് ഇവിടുത്തെ എയ്ഡഡ് സ്കൂൾ മുതലാളിമാരെയാണ്. ഇനിയും UDF അധികാരത്തിൽ വന്നാൽ ലീഗ് ഇതിൻ്റെ ഒരു പാർട്ടായി മാറിക്കഴിഞ്ഞാൽ ഇവർക്ക് ലഭിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. അവർക്ക് ലഭിക്കാൻ പോകുന്നത് ഇവിടെ കുറേ എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റുമാർക്ക് കുറേ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. അതിൻ്റെ പേരിൽ കുറേ ലക്ഷങ്ങൾ മേടിച്ച് കുറച്ച് പേരുടെ നിയമനങ്ങൾ നടത്തും. അതിൻ്റെയൊക്കെ പങ്ക് വിജിലൻസും ED-യും ഒക്കെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഈ KM ഷാജിയെ പോലുള്ളവരുടെയൊക്കെ ക്ലോസറ്റിൽ നിന്നും അതുപോലെ തന്നെ ഹോളിൽ നിന്നുമൊക്കെ എടുത്ത ചരിത്രം നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെ പാവപ്പെട്ട മുസ്ലിങ്ങളെ ഞങ്ങൾ മാത്രമേ നിങ്ങളെ സംരക്ഷിക്കാനുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് ഈ രാജ്യത്ത് വർഗീയത വിളമ്പിക്കൊണ്ട് ആ വർഗീയതയെ വോട്ടാക്കിക്കൊണ്ട് ഇവിടെ കുത്തുകൾക്ക് വേണ്ടിയുള്ള ശ്രമം ലീഗ് നടത്തുന്നു. ഇത് തിരിച്ചറിയുക തന്നെ ചെയ്യപ്പെടണം. ഇദ്ദേഹത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് സുന്നത്ത് ചെയ്യപ്പെട്ട ഗോഡ്സെ എന്ന് ഈ KM ഷാജിയെ വിശേഷിപ്പിക്കാൻ എനിക്ക് കഴിയൂ. അങ്ങനെ തന്നെ ഞാൻ അത് ആവർത്തിച്ച് പറയുകയാണ്. ഒരു ഭാഗത്ത് അവർ ഹൈന്ദവ വർഗീയത പരത്തുന്ന ഒരു വലിയ ശക്തികൾക്കെതിരെ ഇവിടെ മതേതര കേരളം ഒറ്റക്കെട്ടായി മതേതര ഭാരതം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഇവിടെ ശക്തമായി ഇടതുപക്ഷവും കോൺഗ്രസ് പോലും ചില അവസരങ്ങളിൽ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ഇടതുപക്ഷത്തോട് യോജിച്ച് നിൽക്കുമ്പോൾ ഇത്തരം വർഗീയത കുത്തിപ്പൊക്കി ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് കൊണ്ട് അടിയറ ഇടാൻ ശ്രമിക്കുന്ന KM ഷാജിയെ പോലുള്ളവർക്ക് മൂക്ക് ഇടാൻ